യേശുനാഥാ നീ എന്നാശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എന്നാശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ലോകം മുഴുവനെയും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും വർഷിക്കപ്പെടുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം. ദിവ്യകാരുണ്യനാഥൻ, ദൈവകരുണയുടെ ഏറ്റവും വലിയ അടയാളമായ യേശുക്രിസ്തു നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയത്ത് ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം. ആ ദൈവത്തിൻ്റെ കൃപകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്വതന്ത്രമായിട്ട് അല്പസമയം കർത്താവിന് നമുക്ക് സ്തുതിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്നുയർന്ന് അങ്ങേ സ്തുതിക്കുന്നു. ലോകം മുഴുവന് വേണ്ടി ഞങ്ങൾ അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കരുണ ആവശ്യമായിട്ടുള്ള സകലരെയും സകല കുടുംബങ്ങളെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ആഗ്രഹിക്കാം, അതിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവം നമ്മോട് കരുണ കാണിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ കരുണ കാണിക്കുക തന്നെ ചെയ്യും. ഏറ്റവും വലിയ പാപിക്കും ഈ കരുണയ്ക്ക് അർഹതയുണ്ട്. നമ്മൾ ആ ബോധ്യത്തോടെ, വിശ്വാസത്തോടെ ഈശോയുടെ പക്കലേക്ക് തിരിഞ്ഞ് ഈ മണിക്കൂറിൻ്റെ അനുഗ്രഹങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവിൻ്റെ വചന വെളിച്ചത്തിൽ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാം. ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ രണ്ട് മർമ്മ വശങ്ങളായി നമുക്ക് കാണാൻ പറ്റുന്നത്, ഒന്ന്, ദൈവം നീതിമാനായ ദൈവമാണ്. രണ്ടാമത്തെ കാര്യം, ദൈവം കാരുണ്യവാനായ ദൈവമാണ്. ഈ രണ്ട് കാര്യങ്ങളും മനോഹരമായിട്ട് സമ്മേളിക്കുന്നു ദൈവത്തിൽ എന്നുള്ളത് ഏതാനും വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനവും പ്രഭാഷകൻ 5:6 നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: കാരുണ്യവും ക്രോധവും കർത്താവിലുണ്ട്. കാരുണ്യവും ക്രോധവും. നമുക്കറിയാം, പാപത്തിന് ശിക്ഷിക്കുന്ന ഒരു ദൈവം, എന്നാൽ കരുണ കാണിക്കുന്ന ദൈവം. അതാണ് ഈ വചനത്തിൻ്റെ ഒരു സന്ദേശം. തോബിത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 2 മുതൽ വായിക്കുമ്പോൾ, തോബിത്ത് 13-2 മുതൽ വായിക്കുമ്പോൾ അതിൻ്റെ കാതലായ സന്ദേശവും ഇതുതന്നെയാണ്. തിന്മയ്ക്ക് ശിക്ഷ നൽകുന്നവനാണ് ദൈവം. തിന്മ ചെയ്യുമ്പോൾ തിന്മ ചെയ്യുന്നവർ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നു. എന്നാൽ ദൈവം കാരുണ്യവാനാണ്. ഈ രണ്ട് കാര്യങ്ങളും ഒരേ ദൈവത്തിൻ്റെ രണ്ട് മർമ്മവശങ്ങളായിട്ട് നാം കാണേണ്ട കാര്യങ്ങളാണെന്ന് ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കാം. പ്രഭാഷകൻ 16:12 ഇതേ സന്ദേശം നമുക്ക് നൽകുന്നത് കാണാൻ പറ്റും. പ്രഭാഷകൻ 16:12 നമ്മൾ കാണുന്നത്, കരുണയും ശിക്ഷയും അവനിലുണ്ട്. ദൈവത്തിലുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ കാണുകയാണ്. കരുണയും ശിക്ഷയും അവനിലുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ശിക്ഷ ലഭിക്കുന്നെങ്കിൽ, ശിക്ഷണം ലഭിക്കുന്നെങ്കിൽ നമ്മുടെ തന്നെ പാപത്തിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാൽ ദൈവം നമ്മോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. അപ്പം അതുകൊണ്ടാണ് ഏറ്റവും വലിയ പാപിക്കും ദൈവകരുണയ്ക്ക് അർഹതയുണ്ട് എന്ന് വിശുദ്ധ ഫൗസ്റ്റീന പറഞ്ഞത്. അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ഏതൊരു മഹാപാപിക്കും
ദൈവം കരുണ നൽകും, ദൈവം അവരെ കാരുണ്യപൂർവ്വം കാണും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യമായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ ഈ ഒരു വശം, ദൈവം നീതിമാനാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാനും വചനഭാഗങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. ദൈവം നീതിമാനാണ്. അതുകൊണ്ട് നമുക്ക് ശിക്ഷണം ലഭിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ പഴിച്ചിട്ടോ മറ്റുള്ളവരെ പഴിച്ചിട്ടോ കാര്യമില്ല. നമ്മുടെ പാപത്തിന് അർഹമായ ആ ശിക്ഷണം അത് നമുക്ക് ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മൾ നീതിമാനായ ദൈവത്തെ അവിടെയും അംഗീകരിക്കാനായിട്ട് തയ്യാറാകണം. തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വചനങ്ങൾ എടുത്താൽ, തോബിത്ത് 3-ാം അധ്യായം അതിൻ്റെ 1-2 വചനങ്ങൾ നമുക്ക് നൽകുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ദൈവം നീതിമാനാണ് എന്ന് എടുത്തു പറയുന്ന കാര്യങ്ങളാണ് ഈ 2 വചനങ്ങളിൽ നമ്മൾ കാണുക. തോബിത്ത് 3-ാം അധ്യായം 1-2 വചനങ്ങൾ. ഒന്നാമത്തെ കാര്യം, ദൈവം നീതിമാനാണ് എന്ന് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ദൈവം നീതിമാനായ ദൈവമാണ്. രണ്ടാമത്തെ കാര്യം, ദൈവം വിധിക്കുന്നത് എപ്പോഴും നീതിപൂർവമാണ്. നീതിപൂർവം വിധിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. മൂന്നാമത്തെ കാര്യം അവിടെ നമ്മൾ കാണുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തികളും മാർഗങ്ങളും എപ്പോഴും സത്യസന്ധമാണ്. ദൈവം തെറ്റായ രീതിയിൽ ആരെയും വിധിക്കത്തില്ല. അനാവശ്യമായിട്ട് ആർക്കും ഒരു ശിക്ഷണം നൽകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഈ 3 കാര്യങ്ങളും തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. 2 മക്കബായർ 12-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വചനം എടുത്താൽ, 2 മക്കബായർ 12-ന്റെ 41 അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം നീതിമാനായ വിധിയാളനാണ്. നീതിമാനായ വിധിയാളനാണ് നമ്മുടെ ദൈവം. വിധിക്കുന്നത് എപ്പോഴും നീതിപൂർവമാണ് എന്ന ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. യേശു നീതിമാനായ ദൈവമാണ്. ഈ അധ്യായം തുടർന്ന് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, നീതി പ്രവർത്തിക്കുന്നവനാണ് നീതിമാൻ. പറയുന്നുണ്ട്, ഈ ഒരു കാര്യത്തിൽ മറ്റാർക്കും ദൈവത്തെ മറികടക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. നീതിപൂർവം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നീതിപൂർവം പ്രവർത്തിക്കുന്ന ദൈവമാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് ദൈവം നീതിമാനാണ് എന്ന കാര്യത്തിൽ നമ്മൾ ആരും സംശയിക്കേണ്ടതില്ല. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ടാമത്തെ ദൈവത്തിൻ്റെ ഒരു മർമ്മവശമായിട്ട് നമ്മൾ കാണേണ്ടതാണ്, ദൈവം കാരുണ്യവാനായ ദൈവമാണ്. നീതിമാൻ എന്നാൽ കാരുണ്യവാനായ ദൈവം. നീതിപൂർവം വിധിക്കുന്നു എന്നാൽ കരുണ കാണിക്കുന്ന ഒരു ദൈവം. നമുക്ക് ഏതാനും വചനങ്ങൾ എടുക്കുമ്പോൾ ഇക്കാര്യം മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പുറപ്പാട് പുസ്തകം 34-ന്റെ 5 മുതൽ 9 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ദൈവം തന്നെക്കുറിച്ച് തന്നെ വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു കാര്യം, അവൻ നീതിമാനും കാരുണ്യവാനുമായ ദൈവമാണ് എന്നുള്ളതാണ്. നീതിമാൻ എന്നാൽ കാരുണ്യവാനായ ദൈവം. ഞാൻ കാരുണ്യവാനായ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം മോശയുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. കുറേയേറെ കാര്യങ്ങൾ ഈ വചനഭാഗം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യവുമായി ബന്ധപ്പെട്ട, ദൈവത്തിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. യോനായുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനത്തിൽ യോനാ പ്രവാചകൻ ദൈവത്തെ വർണ്ണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയ യോനാ പ്രവാചകൻ അത് വിളിച്ചു പറയുന്നത് ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. യോന 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം. അവിടെ 4 കാര്യങ്ങൾ യോനാ പ്രവാചകൻ പ്രത്യേകം ദൈവത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, ദൈവം ദയാലുവാണ്, ദയയുള്ള ദൈവം. രണ്ടാമത്തെ കാര്യമാണ്, ദൈവം കാരുണ്യവാനായ ദൈവം. കർത്താവ് നീതിമാൻ, നീതിപൂർവം വിധിക്കുന്നവൻ, പക്ഷേ കാരുണ്യവാനായ ദൈവമാണ് നമ്മുടെ ദൈവം. മൂന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, മൂന്നാമത്തെ കാര്യം ദയാലുവും കാരുണ്യവാനും. മൂന്നാമത്തെ കാര്യം ക്ഷമാശീലൻ, ക്ഷമാശീലനായ ദൈവം. നാലാമത്തെ കാര്യമാണ് സ്നേഹസമ്പന്നൻ,
ഈ 4 കാര്യങ്ങളും ദൈവത്തിൽ കണ്ടെത്തി അവ ഏറ്റുപറയുന്ന യോനാ പ്രവാചകനെ ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. പറയുന്നുണ്ട്, നമ്മുടെ ദൈവത്തിൻ്റെ കരുണ അത് വളരെ വലുതാണ്. ഈ കരുണയെക്കുറിച്ച് നമ്മൾ വർണ്ണിക്കാൻ തുടങ്ങിയാൽ നമുക്ക് വർണ്ണിച്ചുകൊണ്ടിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഈ പ്രവാചകനെ പോലെ നമുക്കും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് വർണ്ണിക്കാൻ സാധിക്കും എന്നത് നാം തിരിച്ചറിയണം. സങ്കീർത്തനം 69 16-ാമത്തെ വചനം എടുത്താൽ 69-ാമത്തെ സങ്കീർത്തനം 16-ാമത്തെ വചനം പറയുന്നത് ദൈവം കരുണാസമ്പന്നനാണ്. നമുക്കറിയാലോ, ഒരു വ്യക്തി ദരിദ്രൻ എന്ന് പറയുന്നത് പോലെയല്ല സമ്പന്നൻ എന്ന് പറയുന്നത്. അതുപോലെ അവർക്ക് സമ്പത്തുള്ളപ്പോഴാണ് സമ്പന്നൻ എന്ന് പറയുക. ഇവിടെ നമ്മൾ കാണുകയാണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമാണ് ദൈവത്തിൻ്റെ കരുണ. അവിടുന്ന് കരുണാസമ്പന്നനായ ദൈവമാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 103-ാമത്തെ സങ്കീർത്തനം 8-ാമത്തെ വചനം എടുത്താൽ 103 8-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് ദൈവം ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. ദൈവത്തിൻ്റെ ഹൃദയം ആർദ്രത നിറഞ്ഞ ഹൃദയമാണ്, അതുപോലെ തന്നെ കാരുണ്യവാൻ. അപ്പം അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇക്കാര്യങ്ങൾ വെളിപ്പെടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. 145-ാമത്തെ സങ്കീർത്തനം 8-ാമത്തെ വചനം എടുത്താൽ സങ്കീർത്തനം 145 8-ാമത്തെ വചനം പറയുകയാണ് ദൈവം കൃപാലുവും കരുണാമയനും ക്ഷമാശീലനുമാണ്. യോനാ പ്രവാചകൻ വർണ്ണിച്ചതുപോലെ തന്നെ ഇവിടെ സങ്കീർത്തകൻ ദൈവത്തെ വർണ്ണിക്കുന്നതാണ് നമ്മൾ കാണുക. നമ്മുടെ ദൈവം കൃപാലുവാണ്, നമ്മുടെ ദൈവം കരുണാമയനാണ്, നമ്മുടെ ദൈവം ക്ഷമാശീലനാണ്. ഇതെല്ലാം സങ്കീർത്തകൻ തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വിളിച്ചു പറയുന്ന കാര്യങ്ങളായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ കാണുകയുണ്ടായി ദൈവത്തിൻ്റെ ക്രോധം കരുണ പോലെ ശക്തമാണ്. കാരണം ദൈവം നീതിമാനായ ദൈവം കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നീതിമാനായ ദൈവം നമ്മുടെ തെറ്റിന് ശിക്ഷ നൽകുന്ന ഒരു ദൈവമാണ്. പക്ഷേ ദൈവത്തിൻ്റെ കരുണ അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കാൻ. നമുക്ക് ഏതാനും വചനങ്ങൾ എടുത്താൽ ആ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ക്രോധം ദൈവത്തിൻ്റെ കരുണയായി മാറാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കനുസരിച്ച് നമ്മൾ ശിക്ഷ ഏൽക്കേണ്ടവരാണ്, നാശം ഏറ്റെടുക്കേണ്ടവരാണ്. പക്ഷേ ദൈവത്തിൻ്റെ ക്രോധം പോലും ദൈവം കരുണയാക്കി മാറ്റുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ചില രംഗങ്ങൾ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. 2 മക്കബായർ 8-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ 2 മക്കബായർ 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ ദൈവജനം കണ്ണീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം. ഇനി അവർ ദൈവത്തിൻ്റെ ക്രോധത്തിന് അർഹരായിരുന്ന ആ സമയത്താണ് അവർ കണ്ണീരോടെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ക്രോധം മാറിയിട്ട് അവരുടെ മേൽ ദൈവം കരുണ വർഷിച്ചു എന്നുള്ളത് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. 2 മക്കബായർ 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ. ന്യായാധിപന്മാരുടെ പുസ്തകം എടുക്കുമ്പോൾ 2 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ ക്രോധം കരുണയായി മാറാൻ സഹായിക്കുന്ന കാര്യങ്ങൾ. ന്യായാധിപന്മാർ 10-ാം അധ്യായം 15-ാമത്തെ വചനം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് അന്യദൈവാരാധന പോലെ ഗൗരവമുള്ള പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, ഞങ്ങൾക്ക് കരുണയ്ക്ക് വേണ്ടി യാചിക്കാനുള്ള അർഹത പോലുമില്ല, എങ്കിലും ഞങ്ങൾ യാചിക്കുകയാണ്, ഈ ഒരു പ്രാവശ്യം കൂടി ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളോട് കരുണ കാണിക്കണം, ഇനി മുമ്പോട്ട് മരണം വരെ ഞങ്ങൾ വിശ്വസ്തരായിട്ട് ജീവിക്കും. അവർക്ക് കരുണ ലഭിച്ചു. ഈ ഒരു മനോഭാവത്തോടെ ഈശോയുടെ പക്കലേക്ക് തിരിയുമ്പോൾ ദൈവം നമ്മളോട് കരുണ കാണിക്കും. 16-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വചനം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇതുപോലൊരു സംഭവം നമ്മൾ കാണുകയാണ്. സാംസൺ ദൈവത്തോട് പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടി എന്നോട് കരുണ കാണിക്കണം, പഴയതുപോലെ എനിക്ക് ആ ഒരു അത്ഭുതകരമായ ശക്തി തരണം. അവന് ലഭിക്കുന്നതും അവനത് വെച്ച് പ്രവർത്തിക്കുന്നതും ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവം ഏറ്റെടുക്കട്ടെ. നമ്മുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെയും ദൈവം ഏറ്റെടുത്ത് നടത്തട്ടെ. അവിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ അല്പസമയം നമുക്ക് സ്വതന്ത്രമായിട്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാം.
ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ ആവശ്യങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവയെല്ലാം അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായത് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ, സൗഖ്യം നൽകണമേ, ദൈവിക സംരക്ഷണം നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അവിടുന്ന് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെയും നമ്മുടെ എല്ലാ ഉദ്ദിഷ്ട കാര്യങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.